ഹായ്, വെൽക്കം ടു അവർ ന്യൂ പോഡ്കാസ്റ്റ് സീരീസ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സിനഫോയിൽ പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളുടെ സക്സസ് സ്റ്റോറീസ് ബേസ് ചെയ്തിട്ടൊരു പോഡ്കാസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യണമെന്ന്. അതിൻ്റെ ആലോചനകൾ തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. ഇപ്പോഴാണ് അതിനുള്ള റൈറ്റ് ടൈം ആയതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 3 വർഷം മുമ്പ് സിനഫോയിലെ നെറ്റ്വർക്കിംഗ് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങി ഇപ്പോൾ ഡെവോപ്സ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്ന ടോണിയാണ്. വെൽക്കം ടോണി. താങ്ക് യു. 3 കൊല്ലമായി സിനഫോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ലേ? അതെ, പഠിച്ചു കഴിഞ്ഞിറങ്ങിയിട്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള നമ്മുടെ ജേണി? അതായത് സിനഫോയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. ആക്ച്വലി BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു പോയിന്റ് വന്നത്. അതായത് ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നില്ല, എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു കസിൻ ചേച്ചിയാണ് വന്നിട്ട് ചോദിച്ചത്, എന്തെങ്കിലും ഒരു കരിയറിൽ ഒരു ഇത് വേണ്ടേ എന്ന് ചോദിച്ചത്. ഇപ്പം ഇങ്ങനെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇതേ ഒരു ഡൗട്ടിലാണ്. ആ ഒരു എക്സാക്റ്റ് ആ പോയിന്റിൽ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത്. പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് വന്ന് ചോദിച്ചത്. ആ സമയത്ത് ഞാനും ആലോചിച്ചു എന്തെങ്കിലും പഠിക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ അവർ തന്നെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഞാൻ മുമ്പ് ഇതുപോലെ ചെറിയ കമ്പ്യൂട്ടേഴ്സൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഈവൻ ഡാറ്റ ട്രാൻസ്ഫറിങ്ങും പിന്നെ എന്താ പറയുക, പണ്ടത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നില്ലേ, ഈ നെറ്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു USB വിത്ത് ഒരു ഡോങ്കിൾസ് വാങ്ങിക്കലും അന്നത് ഭയങ്കര ക്രേസുള്ള കാര്യമായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത് നെറ്റ്വർക്കിങ്ങും കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് എന്തെങ്കിലും ഈ സിം ബേസ് ചെയ്തിട്ടുള്ള ഡോങ്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽഡിലേക്ക് മാറിയാൽ നന്നായിരിക്കും എന്ന് അവർ തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ, അതായത് കോളേജിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ നെറ്റ്വർക്കിംഗ് പഠിക്കാൻ പോകുന്നുണ്ട് അതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ ഒരു 2-3 പേരും കൂടി അവരും പറഞ്ഞു അവർക്കും താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 3 പേരായിട്ട് ഇവിടേക്ക് വന്നതാണ്. ഇവിടേക്ക് വന്ന മീൻസ് ഞങ്ങൾ സെർച്ച് ചെയ്തു ഏതാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നെറ്റ്വർക്കിംഗ് പഠിക്കാൻ തീരുമാനമായി, എവിടെ പഠിക്കണമെന്നുള്ള അന്വേഷണമായി. അപ്പോഴാണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഫ്രണ്ടിൽ കിട്ടുന്ന ഒരു ലിസ്റ്റിൽ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തു, ഒരു 2-3-4 സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എല്ലായിടത്തും പോയി അന്വേഷിച്ചു. അതിൽ നിന്ന് നമുക്ക് ബെറ്ററായിട്ട് തോന്നിയൊരു സ്ഥലത്തിലേക്കാണ് നമ്മൾ പിന്നെ ജോയിൻ ചെയ്യാനായിട്ട് വന്നത്. പ്ലാൻ ചെയ്തത് സിനഫായിരുന്നു. ഓക്കെ, അവിടെ ജോയിൻ ചെയ്തു. കുറച്ച് നാൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ജോലി ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു, പാർട്ട് ടൈം ആയിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് വേണ്ടിയിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇപ്പം ഒറ്റയടിക്ക് ഇപ്പോൾ ഓൾറെഡി ഞങ്ങളെ പഠിപ്പിച്ചു, കോളേജിൽ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് നമ്മൾ ചോദിക്കേണ്ടത് ശരിയല്ലാന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ 3 പേരും ശരിയല്ലാന്ന് നമുക്ക് തോന്നിയതുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് തന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള രീതിക്കായിരുന്നു. കാരണം നമുക്ക് ഇവിടെ നിൽക്കണം, ഇവിടുത്തെ ഫുഡ് ഉണ്ട്, പിന്നെ പഠിക്കണം, എക്സ്പെൻസസ് ഉണ്ട്, നന്നായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ സിനഫോയിൽ ജോയിൻ ചെയ്തു. സിനഫോയിൽ നിന്ന് തന്നെ നമുക്ക് അതായത് BPOയിലാണ് നമുക്ക് വർക്ക് സെറ്റ് ചെയ്ത് തന്നത്. BPOയിൽ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. BPOയിൽ അവർ വർക്കിന് പോയി, ഞാനും പോയിരുന്നു കുറച്ചാൾ. പിന്നെ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 4 മന്ത്സോളം പോയെന്ന് തോന്നുന്നു അല്ലേ? 4 മന്ത്സോളം പോയി. പിന്നെ ഒട്ടും വർക്ക് ആവാണ്ടായപ്പോൾ ഞാൻ നിർത്തി. ആ നിർത്തിയ പോയിന്റിൽ ഇനി എന്ത് എന്നുള്ളതുണ്ട്. അതായത് നമുക്ക് ചിലവുകളുണ്ട്, പക്ഷേ ചിലവൊന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത പോയിന്റിലാണ് പിന്നെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സിനഫോയിൽ വന്നിരുന്ന് കാലത്തൊട്ട് മോർണിംഗ് തൊട്ട് ഒരു നൈറ്റ് വരെ ഞാൻ അതിന് വേണ്ടി തന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട്. വൈകുന്നേരം 8 മണിക്കൊക്കെ ക്ലോസ് ചെയ്ത് പോയിരുന്ന സമയം. അവർ വരുന്ന ബാക്കിയുള്ള 3 പേര് വരുന്ന സമയമായിരുന്നു തോന്നുന്നു അല്ലേ? അതെ, ഒരു നൈറ്റ് ബാച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ടും പക്ഷേ എനിക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ സൊമാറ്റോ വിടാൻ പോകാറുണ്ട്. അപ്പം അതിൽ നിന്നാണ് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി സ്റ്റക്കായില്ല. അതായത് പഠിക്കുന്നുണ്ട്, ജോലി എന്ന് പറയുന്ന ഒരു കുറച്ച് മന്ത്സ് ആയിരുന്നു, ഒരു 3 മന്ത്സ് സംതിങ് ആയി. അപ്പം നമുക്കൊരു ടെൻഷനായി, മൂവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഫുൾ ടൈം ഇരുന്നു ഒരുപാട്. അതായത് നമുക്ക് ആദ്യം ഞാൻ ഈ തിയറി ക്ലാസ്സസിന് വരുന്ന സമയത്ത്
എനിക്കൊട്ടും എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സബ്നെറ്റിംഗ് ആണെങ്കിലും മീറ്റിംഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നെറ്റ്വർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും കുറച്ച് മനസ്സിലാവും. തിയറി ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു തിയറി മാത്രം, അതായത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണതിൻ്റെ ആണോ അതോ കുറച്ച് സമയം സ്പെൻഡ്, നമ്മൾ ആകെ 2 മണിക്കൂറല്ലേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ സമയത്ത് നമുക്ക് ഒരിക്കലും എല്ലാം ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വന്നിരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഈ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ സ്റ്റാർട്ട് ചെയ്തല്ലോ ക്ലാസ്സസ് അല്ല, ഞാൻ തന്നെ വന്നിരിക്കുകയായിരുന്നു. വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതായത് അവൈലബിൾ ആകുന്ന സമയത്ത് ബാക്കിയുള്ള സമയത്ത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പാക്കറ്റ് ട്രേസർ പോലെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനത്തെ നെറ്റ്വർക്കിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. നെറ്റ്വർക്കിംഗിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഒന്നും അറിയില്ല, ഇവൻ സബ്നെറ്റിങ്ങും കറക്റ്റായിട്ട് അറിയില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലൊരു ക്രേസ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കാവും. കാരണം വെച്ചാൽ ഒരു പരിധി വിട്ട് നമുക്ക് അതിന് നോളേജ് ഇല്ല, എങ്ങനെ തപ്പി കണ്ടുപിടിച്ചെന്നറിയില്ല. ആ ഒരു പോയിന്റിൽ നമുക്ക് ആരെങ്കിലും വേണം, ഒരു മെൻറ്റർ വേണം ഇത് പറഞ്ഞു തരാനും. എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഏത് സമയത്തും ഈവൻ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ. അഞ്ജന മിസ്സും ശ്രീജിത്ത് ഫുൾ ടൈം ഉണ്ടായിരുന്നു അവൈലബിൾ ആയിരുന്നു. അതെ, സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ എല്ലാ സമയത്തും എത്ര സമയം ഇരുന്നാലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സിനഫോയിൽ. അതിപ്പം ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ രാത്രി 10 മണിക്ക് ചോദിച്ചാലും ഗ്രൂപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആവുന്ന ഫാക്കൽറ്റീസ് സപ്പോർട്ട് ചെയ്യണം എന്നൊരു ഒരു എന്താ പറയുക, എഴുതപ്പെടാത്ത നിയമമുണ്ട് ഞങ്ങൾക്ക്. വെച്ചാൽ അവർക്ക് എപ്പോഴാണോ ആവശ്യമുള്ള ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ്. അവരെവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ആ മൊമെൻറ്റിൽ സപ്പോർട്ട് ചെയ്യുക, അവരെ അവിടെ നിന്ന് കടത്തിവിടുക എന്നുള്ളൊരു ഐഡിയയാണ്. യെസ്, അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ടോണി. അതെ, ശരി പറയും. അതായത് ഈവൻ പുറത്തുനിന്ന് നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ ഈവൻ നെറ്റ്വർക്കിംഗ് ആണെങ്കിലും ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ഭയങ്കര നമുക്കിത് കാണുമ്പോൾ ഇതെങ്ങനെയാണ് അത് ചെയ്ത് തീർക്കണേ എന്ന് നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു പോയിന്റിൽ പഠിച്ചു അത് 2 മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവും, ഒരു 20% നമുക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ അത് പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ, പ്രാക്ടിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ നമുക്ക് ക്യൂരിയോസിറ്റി വരുന്നുണ്ട്, ഭയങ്കര ക്യൂരിയോസിറ്റി വരുന്നുണ്ട്. ആ ക്യൂരിയോസിറ്റിയുടെ മേലെ ഒന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ എനിക്കത് ഭയങ്കര നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊരു തൊരാന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതായിരുന്നു എന്നെ ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിപ്പിക്കുന്ന ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ക്യൂരിയോസിറ്റിയും ഈ ഒരു എന്താണെന്നറിയാനുള്ളൊരു അതായിരുന്നു എനിക്ക് ഈ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ വന്നിരിക്കുമ്പോൾ കിട്ടിയിരുന്ന ഒരു കാര്യം. ഞാനും ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഈവൻ ഞാനും ഈ ഏരിയയിൽ നിൽക്കുന്നതിൻ്റെ ഒരു കാര്യം ഇതിനോടുള്ള ഒരു പാഷനാണ്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം 8 മണി വരെയൊക്കെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് കണ്ടിന്യൂസ്ലി ഇരിക്കുമ്പോൾ ഒരു മടുപ്പ് വരും. പക്ഷേ ടോണിയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അത് അങ്ങനെ ഒരു മടുപ്പ് ഞാൻ ആ സമയത്ത് കണ്ടിട്ടില്ല. ലാസ്റ്റ് സമയത്തായിരുന്നു അത്രയും സ്ട്രോങ് ആയിട്ട് ഇരുന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ജോലി വേണമെന്ന് നിർബന്ധമായ മൈൻഡിൽ അങ്ങനെ തോന്നിയ മുതലാണ് അങ്ങനെ സംഭവിച്ചു തുടങ്ങിയത്. അതെ, ജോലി ഒരു പോയിന്റ് ആയിരുന്നു. പക്ഷേ ഈവൻ ഇന്നും സർട്ടിഫിക്കേഷൻസ് എടുക്കുന്ന ക്ലാസ്സുകളുണ്ടല്ലോ, ചെറിയ ക്ലാസ്സുകൾ ഓൺലൈനിൽ നമുക്ക് കിട്ടില്ല. അതിന് വരെ എനിക്ക് മൊത്തമായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതെനിക്ക് എന്ന് വെച്ചാൽ ആർക്കാണെങ്കിലും ഒരു 2 hour 3 hour ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് മടുക്കും. പക്ഷെ ആ ഒരു മടുപ്പില്ലായിരുന്നു. കാരണം അതെന്തായിരുന്നു വെച്ചാൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ലിനക്സിലായാലും പുതിയ കമാൻഡ്സുകളും പുതിയ ഇഷ്യൂസ് വരുമ്പോൾ അത് ട്രബിൾ ഷൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട്, ഒരു ടൈപ്പ് ഓഫ് കിക്ക്. ആ ഇതിൻ്റെ മേലെ തന്നെയാണ്. അല്ലെങ്കിൽ ആരും ഒരു കാലത്തോട്ട് വൈകുന്നേരം ഒരു സ്ഥലത്ത് ഇരിക്കില്ലല്ലോ. എന്നിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു? ആദ്യത്തെ ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു രാഹുൽ സാറാണ് കണക്ട് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ? രാഹുൽ സാറാണ്. ഡയമെൻഷൻസിലല്ലേ? അതെ, ഡയമെൻഷൻസിലായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അത്? ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് രാഹുൽ സാറ് വിളിച്ചിട്ട് മെയിനായിട്ട് നോക്കേണ്ട പോയിൻറ്റ്സുകളും ഒരുപാട് നമുക്ക് ഏതൊക്കെ ഫീൽഡിലേക്കാണ്, അതായത് ശ്രീജിത്ത് സാർ എനിക്ക് ഓൾറെഡി ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി. ഇൻ്റർവ്യൂവിന് അവിടെ ചെന്നിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയത്ത് അവിടുത്തെ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് നോളേജ് ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള നോളേജ് അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഇച്ചിരി കൂടി നോളേജ് ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കിട്ടിയത് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രാക്ടിക്കൽ ക്ലാസ്സസ് ത്രൂ മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇത്രയും സമയം ഇരുന്നതിൻ്റെയും
അതെ, ഉള്ള ഉപകാരങ്ങൾ. എനിക്ക് തോന്നുന്നു ഫ്രഷർ ആണെങ്കിലും വേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനേക്കാളും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് യെസ് അങ്ങനെ അവർ ഇൻ്റർവ്യൂവിന് ശേഷം പറഞ്ഞു. അതോ ജോലിക്ക് അവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണോ പറഞ്ഞത്? ജോയിൻ ചെയ്തതിന് ശേഷമാണ് അത് പറഞ്ഞത്. ഓക്കെ, അന്നത്തെ ഇൻ്റർവ്യൂ ബോർഡിലുള്ളായിരുന്ന കൊളീഗ്സൊക്കെ പറഞ്ഞു. ഓക്കെ ഓക്കെ. അതിനുശേഷം എത്ര നാൾ അവിടെ ഉണ്ടായിരുന്നു? അപ്പോൾ 1 year ആണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഫിനാൻഷ്യലി അതായത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പിടിച്ചിരിക്കാൻ കുറച്ച് ഇതായ സ്ട്രഗിൾ. പക്ഷെ അവിടെ നല്ല വർക്ക്സ് ആയിരുന്നു. കുറേ ഓപ്പൺ സോഴ്സും ആയിട്ടുള്ള ടൂൾസുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ട്രബിൾ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1 year കഴിഞ്ഞപ്പോൾ ചേഞ്ച് ആയി, സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അടുത്ത കമ്പനിയിലും ഒരു 2 year മൈൻകറിലാണ് ഞാൻ വർക്ക് ചെയ്ത്. 2 year നിന്നു. ടൂറിൽ നിന്ന് അവിടെ എത്തിയപ്പോഴാണ് കുറച്ചും കൂടി ക്ലൗഡിലേക്കൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയത്. ക്ലൗഡിലും ബേസ് സെയിം ആണെങ്കിലും നമുക്കറിയാവുന്ന ഒരു ക്ലൗഡ് AWSലായിരുന്നു. AWSൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ECSും കണ്ടെയ്നർ. ഡെവോപ്സിന്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നല്ല വരുന്നത്. ആക്ച്വലി ഈ ഡൈമെൻഷൻസിൽ വെച്ചിട്ട് നമുക്ക് നെറ്റ്വർക്കിംഗ് നമ്മൾ കുറച്ച് പഠിച്ചു, ലിനക്സ് നമ്മൾ കുറച്ച് പഠിച്ചു. പിന്നെ അടുത്തത് എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. പഠിച്ചു എന്ന് പറയുന്നത് അവിടെ ചെയ്ത് നമ്മള് വിനയം കാണിക്കണതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്ത് കുറെ കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായി. പിന്നെ നമ്മൾ സ്റ്റക്ക് ആവരുതല്ലോ ഒരിക്കലും. അപ്പം നെക്സ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അടുത്തൊരു സ്റ്റേജ് എന്നുള്ള രീതിക്ക് നമ്മൾ ഡെവോപ്സിനെ ഒരു ടാർഗറ്റ് ചെയ്തു. ഞങ്ങൾ കുറച്ച് നേരം പഠിച്ചു. അതായത് കുറേ ടൂൾസുകൾ ഉണ്ടായിരുന്നു. ഒരു ബേസിക് ടൂൾസ് ഏതാണെങ്കിലും ഒരു ബേസിക് ടൂൾസുകൾ ഞങ്ങൾ പഠിച്ചു വെച്ചു. അത് അവിടെ തന്നെ അതിലേക്ക് സ്വിച്ച് ചെയ്യാൻ തീരുമാനിച്ചു. സ്വിച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഈവൻ എൻട്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഒറ്റയടിക്ക് ആരും ഡെവോപ്സിലേക്ക് ഒരു MNC പോലെയുള്ള കമ്പനീസിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മൈൻകറിലേക്ക് മാറി. ഇതും നെറ്റ്വർക്കിങ്ങും ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റുമായിട്ടാണ് നമ്മൾ അതിലേക്ക് ചേഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് 2 year ഞാൻ അവിടെ നിന്നു. പിന്നെ വേറൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോഴും അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഡെവോപ്സിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെയും കമ്പനി സ്വിച്ച് ചെയ്യുക ചെയ്തത്. ഡെവോപ്സ് ആയിരുന്നു ഏരിയ എന്ന് വെച്ചാൽ ഞാൻ ഈവൻ അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും കൂടുതൽ ടാസ്കുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഡെവോപ്സ് ടൂൾസ് ഹാൻഡിൽ ചെയ്യുന്ന ടൈപ്പ്. അത് ആർട്ടിഫാക്റ്റിൽ വരുന്ന ഇഷ്യൂസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഞാൻ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നത്തെ സ്റ്റേജ് എന്തായാലും ഡെവോപ്സ് ആയിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് 3ാമത്തെ കമ്പനിയിലേക്ക് മാറുന്നത്. 3ാമത്തെ കമ്പനിയിൽ ഞാൻ ആദ്യമായിട്ട് കയറുമ്പോൾ കോൺട്രാക്റ്റിലാണ് കയറിയത്. ഒരു 3 month അല്ല 6 month കോൺട്രാക്റ്റിലാണ് കയറിയത്. അവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയതൊരു ഹ്യൂജ് പ്രൊജക്റ്റ് ആയിരുന്നു. ഒരു ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ ടെറാഫോമിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അത് ടെറാഫോം എനിക്ക് അത്രയ്ക്കധികം അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ബേസിക് ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ കയറി നമ്മൾ ഓരോന്നായിട്ട് ഓരോ മോഡ്യൂൾ അതെ പെട്ടുപഠിക്കുന്ന രീതിയിൽ പഠിച്ച് ടെറാഫോമും ഇപ്പോൾ ഓക്കെ ആയിട്ട് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മാറുന്നത്. അതെ, ആ പ്രൊജക്ട് കഴിഞ്ഞതോടുകൂടി എന്നെ അവിടെ ഓക്കെ. അതാണ് ആ ഒരു ജേണിയിൽ ഉണ്ടായത്. അപ്പോൾ ടെറാഫോം അങ്ങനെ ആ ഒരു പ്രൊജക്റ്റിലൂടെ കംപ്ലീറ്റ് ആയി. അതെ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ടോണിനെ സമീപിക്കാം. അതെ. ഓക്കെ. അപ്പോൾ അതായത് 2 രീതിയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ് ടോണി. ഇപ്പോൾ സെൽഫ് ലേണിംഗ് ആയിട്ടാണെങ്കിലും ഇപ്പോഴും സെൽഫ് ലേണിംഗ് ചെയ്യുന്നുണ്ടാവും. അതൊരു എൻഡ്ലെസ് പ്രോസസ്സാണ്. ആൻഡ് തുടങ്ങിയത് സിനഫോയിൽ ഒരു മെൻറ്ററിൻ്റെ കീഴിൽ പഠിച്ചു വരുന്ന ഒരു രീതിയിലാണ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള അല്ലെങ്കിൽ ഈ 2 രീതിയിലെ ടോണി ഏതാണ് ശരിക്കും സപ്പോർട്ട് ചെയ്യണേ? അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് സെൽഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടാതെ ഒരിക്കലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു തരണം ഇതിൻ്റെ ബേസ് എന്താണ്, എന്താണ് ഈ ഫീൽഡ്, ഇവിടെ എന്താണ് നടക്കുന്നുള്ളത് നമുക്ക് ആദ്യം പറഞ്ഞു തരണം. അതിൻ്റെ ഈവൻ ബേസിക് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത്രയും ബേസിക് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരേണ്ട ഒരാൾ വേണം നമുക്ക്. എങ്ങനെ പോയി ആ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സെൽഫ് ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ഈവൻ ഒരു കമ്പനിയിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ കമ്പനിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ എല്ലാം നമുക്ക് ഒരു സ്ഥാപനത്തിൽ കിട്ടുന്ന പോലെ എല്ലാം എൻ്റർ ചെയ്ത് തരാൻ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. ആ ഒരു പോയിന്റിൽ എല്ലാവരും സെൽഫ് ലേണിംഗ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതായത് എനിക്ക് തോന്നിയ ഒരു
സെൽഫ് ലേണിംഗ് ആർക്കും തുടങ്ങാനേ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പോൾ ഒരുപാട് ട്യൂട്ടോറിയൽസ് ആണെങ്കിലും എല്ലാം യൂട്യൂബിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഒരുപാട് റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. അത് മാത്രം നോക്കി പഠിക്കുന്ന കുറേ ആളുകളുണ്ട്. ഓക്കെ. പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഒന്ന് സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സെൽഫ് ലേണിംഗ് വേണം, മാൻഡേറ്ററി ആണ് എന്നും എനിക്കൊരു ധാരണയുണ്ട്. എന്താ? ഓക്കെ, അതായത് എനിക്ക് മനസ്സിലായിടത്തോളം ഇപ്പം ഇതിൽ ഓൾറെഡി ഒരു ക്രേസ് ഉള്ള ആളാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എൻ്റെ ഒരു പോയിന്റിൽ, അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ഒരു ടൈമിൽ എന്ത് പഠിക്കണം, എങ്ങനെ ചെയ്യണം, എന്തിലാണ് എൻ്റെ ക്രേസ് എന്ന് എനിക്കറിയില്ല. അതിനാണ് ശരിക്കും ഒരു മെൻറ്ററിൻ്റെ ആവശ്യമുള്ളത്. ആ ഒരു പോയിന്റിൽ ഇതെന്താന്ന് പറഞ്ഞു തരാൻ എനിക്കുണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന സാറുമാരാണ്. ഓക്കെ. പിന്നെ ഒരു തന്നെ പഠിക്കുന്നതിൻ്റെ അതിനേക്കാളും സ്പീഡിൽ പഠിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ അവർ എവിടെയാണോ സ്റ്റക്ക് ആവണേ ആ ഭാഗങ്ങളിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കയറി പോരുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കവർ ചെയ്ത് പോരാൻ തോന്നുന്നു ടോപ്പിക്ക്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഒരു നമുക്കറിയാത്തൊരു കാര്യം വന്നു, ആ സമയത്ത് നമ്മൾ തന്നെ സെൽഫ് ലേണിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് റെഫർ ചെയ്യേണ്ടി വരും. ഒരു ഒറ്റ പോയിന്റ് ആയിരിക്കും, ആ ഒറ്റ പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് വഴികൾ കടന്നുകൊണ്ട് വരും. ആ ഒരു സമയത്ത് നല്ലൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ ആ എക്സാക്ട് പോയിന്റ് ഏതാണോ അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രം അപ്പം നോക്കിയാൽ മതി. പിന്നെയുള്ള നമ്മുടെ വഴി സ്മൂത്ത് ആയിരിക്കും. സ്പീഡ് കുറച്ചും കൂടി കൂടുതലാണ്. സ്പീഡ് കൂടും, വളരെ സ്പീഡ് കൂടും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവരിൽ കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു നേച്ചറാണ്, ജോയിൻ ചെയ്താൽ ഏതെങ്കിലും, ഇപ്പോൾ സിനഫോലാവട്ടെ എവിടെയെങ്കിലും ആവട്ടെ, ജോയിൻ ചെയ്താൽ ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നൊരു എക്സ്പെക്റ്റേഷനിൽ വരുന്ന ആളുകളുണ്ട്. നമ്മൾ ആണെങ്കിൽ പറയുകയും ചെയ്യും, എന്താ ജോലി നമ്മൾ 100% പ്ലേസ്മെൻറ്റ് അഷുറൻസ് കൊടുക്കും എന്ന് പറയും. അഷുറൻസ് ഇൻ ദ സെൻസ് നമ്മൾ അവരെ ട്രാക്കിൽ അവരെ ഗൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ, ദാറ്റ് മീൻസ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൊടുക്കുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. എന്നിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ എത്തിക്കാൻ വരെ നമുക്ക് പറ്റും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ഒരു 20 മിനിറ്റ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ജോലി കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട്. ടോണിയുടെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ്? ടോണിക്ക് തുടക്കത്തിൽ എന്തായിരുന്നു അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു, അതോ എങ്ങനെയായിരുന്നു ടോണിയുടെ എക്സ്പീരിയൻസ്? ഞാൻ കൊച്ചിയിലേക്ക് വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെയാണ് വന്നത്. അതായത് ജോയിൻ ചെയ്താൽ ജോലി കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് വന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ജോയിൻ ചെയ്താൽ മാത്രം ജോലി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് സെയിം ലൈക്ക് ഒരു സൈക്കിൾ ഓടിക്കുന്ന ഒരു പ്രൊസീജിയർ പോലെ തന്നെയാണ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ മെൻറ്റർഷിപ്പ് തന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൈപിടിച്ച് കുറച്ച് നാൾ 2 ചക്രം പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് സാറുമാരുണ്ടാവും. അവർ നമ്മളെ ഒരു പരിധി വരെ നമ്മളെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സെൽഫ് ലേൺ ചെയ്ത്, അല്ലെങ്കിൽ സ്വന്തമായി ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെ വേണം ഇതിൽ പിടിച്ചു കയറി വരാനായിട്ട്. നമ്മുടെ എഫേർട്സ് ആണ് അതിൽ മെയിനായിട്ട് വരുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റും എഫേർട്സും ആണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കുറേ ആളുകൾക്ക് മിസ്സാവുന്നൊരു പോയിൻ്റാണ്. അതായത് നമ്മളുടെ എഫേർട്ട് ഇതിനകത്ത് വേണമെന്നുള്ളൊരു ധാരണ പലർക്കും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഞാനും കാണലുണ്ട് കൂടുതലും. ടോണിയുടെ സെഷനിലാണെങ്കിലും ഇപ്പം ജോലി കിട്ടിയതിന് ശേഷമാണ് ബാക്കി കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ കൂടുതൽ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു അല്ലേ? അതെ, അതായത് ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ടിങ് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഇതിലാണ് വരിക. ഇതിലേക്കൊരു ഇൻട്രസ്റ്റും ഇതിലേക്ക് ഒരു നമ്മുടെ ഹാർഡ് വർക്കും വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളായിട്ടൊന്നും ഒരുപാട് ചെയ്യേണ്ടി വരില്ല. നമ്മൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് ടോണിക്ക് ജോലി കിട്ടുന്നു, ബാക്കി എല്ലാവരും ഫുൾ ടൈം ട്രെയിനിങ് സെഷനിലേക്ക് പ്ലാൻ ചെയ്യുന്നു. അവരും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു 2-3 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും പ്ലേസ്ഡ് ആയി. അപ്പോൾ അതൊരു ചെറിയ മാറ്റമല്ല എന്നാണ് ഞാൻ വിചാരിക്കണത്. അതെ, അതായത് അവരാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ട് ടൈം ജോബ്സ് ആയിരുന്നു. അതിലും ഒരിക്കലും അവർക്ക് ഗ്രോത്ത് ഇല്ല, വേറൊരു ഒന്നും ചെയ്യാനില്ല അതിനപ്പുറത്തേക്ക്. അങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ ഞാൻ കയറിയ സമയത്ത് അവർക്കും ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരിക്കാം. കാരണം എന്നെക്കാളും കൂടുതൽ ഗ്രാസിംഗ് പവർ ഉള്ളവരായിരുന്നു. കാരണം ഇവൻ നെറ്റ്വർക്കിങ്ങിൻ്റെ ക്ലാസ്സിലാണെങ്കിലും അവർ സബ്നെറ്റിങ്ങും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയാലും എനിക്കും കിട്ടിയ സമയത്ത് അവർക്കും എന്തുകൊണ്ട് കിട്ടില്ല എന്ന് വന്നിട്ടുണ്ടായിരിക്കണം. അത് പക്ഷെ അവർക്ക് ശരിക്കും വർക്കായി. അവർക്ക് എന്നെക്കാട്ട് സ്പീഡിൽ അവർക്ക് ജോലി കിട്ടിയത്. ശരി, എനിക്ക് ഒരു 1-2 ഇൻ്റർവ്യൂയുടെ ഉള്ളിൽ തന്നെ എല്ലാവർക്കും ജോലി കിട്ടി. നിങ്ങളുടെ ആ ടീം 4 പേര് ഭയങ്കര, മൊത്തം 4 പേരുണ്ടായിരുന്നു അല്ലേ? 4 പേരുണ്ടായിരുന്നു. അത് നല്ലൊരു ടീമായിരുന്നു. ഞാനിപ്പോഴും 3 കൊല്ലമായി, ബട്ട് സ്റ്റിൽ ഇന്നലെ കഴിഞ്ഞ പോലത്തെ ഒരു തോട്ടിലാണ്. ഇങ്ങനെ രാത്രി ആ നൈറ്റ് ബാച്ചാണ് എൻ്റെ ഇപ്പോഴും 6:30 മുതൽ 8 മണി വരെയുള്ള ഒരു സെഷൻ അല്ലേ. ടയേർഡായിട്ടായിരിക്കും വരുന്നുണ്ടാവുക ജോലിയൊക്കെ കഴിഞ്ഞിട്ട്.
എന്ന്. അത്ര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അവിടെ. അതെ അതെ. എന്നിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു, ഫുൾ ടൈം ഇരിക്കുന്നു. ഈ പറഞ്ഞ ഗ്രാസ്പിംഗ് പവർ പെട്ടെന്ന് പിക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു.